Hello students, now we come to the next theorem. Every regular Lindeloff space is normal. Regular means taking point and closed set we can separate by open sets using definition. And here we use the characterization, taking any point and an open set containing the point. There exists an open set such that point is in open set, its closure is contained in the taken open set, first taken open set. And Lindeloff means every open cover has a countable subcover. Lindeloff space. Normal space is said to be normal. We have to prove that the space is normal. Suppose this is the space X. To prove the space X is normal, if we consider any two disjoint closed sets, ഞാൻ വെറുതെ സ്ക്വയർ ഷേപ്പിൽ വരച്ചെന്നേ ഉള്ളൂ, ക്ലോസ്ഡ് എന്നൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി വെറുതെ വരച്ചത്. ഇങ്ങനെയൊന്നും വരയ്ക്കത്തില്ലാത്തതാണ്, ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ എപ്പോഴും വരയ്ക്കാമെന്നൊന്നും വിചാരിച്ചേക്കരുത്. ടോപ്പോളജിക്കൽ സ്പേസ് ആണ്, അതിൻ്റെ സബ്സെറ്റ്സ് ഒക്കെയാണ്. എല്ലാം ഇങ്ങനെ 2Dയിൽ വരയ്ക്കാവുന്ന കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ രണ്ട് ഡിസ്ജോയിൻ വേറെ കോമൺ പോയിന്റ്സ് ഒന്നും ഇല്ല. ക്ലോസ്ഡ് സബ്സെറ്റ്സ് എടുത്താൽ എന്താ വേണ്ടത്? നോർമലാന്ന് പ്രൂവ് ചെയ്യാൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ടു ഡിസ്ജോയിൻഡ് ഓപ്പൺ സെറ്റ്സ്, സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് യുവും ഡിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ആദ്യത്തേതുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത വേറൊരു ഓപ്പൺ സെറ്റ് വിയും ഉണ്ട്. യു ഇൻ്റർസെക്ഷൻ വി 5 ആണ്. അങ്ങനെയാണെങ്കിൽ നോർമലാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് നമുക്ക് തന്നിരിക്കുന്നതൊക്കെ നമുക്ക് ഉപയോഗിക്കണം. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? റെഗുലർ ലിൻഡലോഫ് സ്പേസ് ആണ് എന്നാണ്. അപ്പോൾ റെഗുലർ ആണെങ്കിൽ രണ്ട് ക്ലോസ്ഡ് സെറ്റിനും പറയത്തില്ല, പോയിന്റിനും ക്ലോസ്ഡ് സെറ്റിനും പറയാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു പോയിന്റ് എക്സും സിയിലെ ഒരു പോയിന്റ് എക്സും, ഒരു പോയിന്റ് അല്ല പലതെടുക്കാം. അപ്പോൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെഗുലാരിറ്റി അപ്ലൈ ചെയ്തുകൊണ്ടാണ്. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് സി, രണ്ട് ക്ലോസ്ഡ് നോർമലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആക്ച്വലി അവിടെ നിന്നാണ്. എച്ച് സി ഡി സബ്സെറ്റ് ഓഫ് എക്സ് ക്ലോസ്ഡ്, എക്സ് അല്ല സിയും ഡിയും closed subsets of X such that C intersection B equal to 5. ഇത് ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തുകൊണ്ട് തുടങ്ങുന്നു. പക്ഷെ ഇപ്പോൾ റെഗുലാരിറ്റി അപ്ലൈ ചെയ്യാൻ പോയിന്റും ക്ലോസ്ഡ് സെറ്റും ആണ്. അപ്പോൾ സിയിലെ ഓരോ പോയിന്റിനും റിപ്പീറ്റ് ചെയ്യാം. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് സി ആൻഡ് ഡി, എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡി ആണല്ലോ, എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡി. അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. റെഗുലാരിറ്റിയുടെ ഡയറക്റ്റ് ഡെഫിനിഷൻ അല്ല. അപ്പോൾ എക്സ് എവിടെയായിരിക്കും? എക്സ് എലമെന്റ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്റ്, ഡിയിലില്ല, ഡിയുടെ കോംപ്ലിമെന്റിൽ. ഡി ക്ലോസ്ഡ് ആണ്. അപ്പോൾ എക്സ് മൈനസ് ഡി എന്താ? ഓപ്പൺ ആണ്. എക്സ് മൈനസ് ഡി ഈസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ്. സ്പേസ് ഈസ് റെഗുലർ. ക്യാരക്ടറൈസേഷൻ വഴി എന്നാ? പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റിനകത്ത് ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ്. ഇത് ഈ എക്സ് എടുത്തപ്പോൾ ഇന്ന് വേറൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇത് എക്സ് 1 ആണെന്ന് വിചാരിക്കുക. വേറൊരു പോയിന്റ് x2 എടുത്താൽ ഈ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നു. അപ്പോൾ അത് മാറി, ഓപ്പൺ സെറ്റ് മാറിയത് തന്നെ പോയിന്റിനെ വെച്ചാൽ മാറി. പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നതും ഡിയെ കണ്ടെയ്ൻ ചെയ്യുന്നതും രണ്ട് കാര്യങ്ങളാണ് റെഗുലാരിറ്റിയുടെ ഡെഫിനിഷന് വരേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മളതല്ല, പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റിന് വരെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എടുക്കുമ്പം ഈ ഓപ്പൺ സെറ്റിനകത്ത് ഇതേ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നു. അപ്പോൾ എച്ച് എന്നായിരുന്നു അവിടെ എഴുതുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ യു എന്ന് എഴുതുകയാണ്. അത് ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് യു എക്സ് എന്ന് എഴുതുകയാണ് എച്ച് എന്ന് എഴുതിയ സ്ഥാനത്ത്. എക്സ് എലമെന്റ് ഓഫ് ജി, ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ജി എടുത്തു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് ഓപ്പൺ സെറ്റ് എച്ച് സച്ച് ദാറ്റ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞ ക്യാരക്ടറൈസേഷൻ, എക്സ് എലമെന്റ് ഓഫ് എച്ച് ക്ലോഷർ സബ്സെറ്റ് ഓഫ് ജി. ഇത് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം, എച്ച് സബ്സെറ്റ് ഓഫ് എച്ച് ക്ലോഷർ. ഇത് ഉപയോഗിച്ചാണ് നമ്മളുടെ പ്രൂഫ് പോവുക. അപ്പോൾ ആ എച്ചിൻ്റെ സ്ഥാനത്ത് ഇപ്പം പോയിന്റ് എക്സ് എടുത്തപ്പം, പോയിന്റ് വൈ എടുത്തപ്പം, പോയിന്റ് എസ് എടുത്തപ്പം ഒക്കെ ഈ ഓപ്പൺ സെറ്റ് മാറിയിട്ടുണ്ട്. പോയിന്റ് എക്സ് എടുത്തപ്പം കിട്ടിയ ഓപ്പൺ സെറ്റിന് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് യു എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് യു എക്സ്? എക്സ് എലമെന്റ് ഓഫ് യു എക്സ് ആൻഡ് യു എക്സ് ക്ലോഷർ, യു എക്സ് സബ്സെറ്റ് ഓഫ് യു എക്സ് ക്ലോഷർ എന്ന് പറയേണ്ട കാര്യമില്ല. ഈസ് എ സബ്സെറ്റ് ഓഫ്, ഇപ്പോഴത്തെ ഓപ്പൺ സെറ്റ് ഏതാ? എക്സ് മൈനസ് ഡി. എക്സ് എടുത്താൽ അങ്ങനെ, വൈ എടുത്താൽ അങ്ങനെ, ഇങ്ങനെ
ഓപ്പൺ സെറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ നമുക്ക് തിരിച്ചും ചെയ്യാമായിരുന്നു. ഇവിടെ ഡിയിൽ നിന്നൊരു പോയിന്റ് എടുത്തു, അതിനെ ഞാൻ വൈ എന്ന് വിളിക്കാം. സിയെ ഫുള്ളും അതുപോലെ ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഫോർ ഓൾ y element of D and considering the closed set C. സിയും ഡിയും ഡിസ്ജോയിന്റ് ആണ്, അതുകൊണ്ട് y നോട്ട് ആൻ എലമെന്റ് ഓഫ് സി ആണ്. അല്ലെങ്കിൽ എക്സ് മൈനസ് സി ഈസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് y ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പോയിന്റ് നിൽക്കുന്നത് ഇത് ക്ലോസ്ഡ് സെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് വൈയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ഇങ്ങനെ വരും. അപ്പോൾ വീണ്ടും പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റും നമുക്ക് ക്യാരക്ടറൈസേഷൻ ഓഫ് റെഗുലാരിറ്റി വൈക്കും എക്സ് മൈനസ് സിക്കും അപ്ലൈ ചെയ്യാം. ദെയർ എക്സസ് അത് ഇവിടെ നിൽക്കുന്ന പോയിന്റ് വൈയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കതിനെ വി വൈ എന്ന ഓപ്പൺ സെറ്റിനെ വിളിക്കാം. വി വൈ ഓരോ വൈ എടുക്കുന്നതനുസരിച്ച് ഇവിടെ നിൽക്കുന്ന വൈക്ക് അനുസരിച്ച് അത് മാറും. സച്ച് ദാറ്റ് വൈ എലമെന്റ് ഓഫ് വി വൈ and Vy closure is a subset of x minus c. ഇവിടെ ഈ യു എക്സും വി വൈയും തമ്മിലുള്ള ഒരു റിലേഷൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടുക. യു എക്സും വി വൈയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്തിയാണെന്നോ ഒന്നും നമുക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്പേസ് ലിൻഡലോഫ് ആണ്. സ്പേസ് ലിൻഡലോഫ് ആണെങ്കിൽ being Lindeloff is a weakly hereditary property. Compactness weakly hereditary property ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ compactness every open cover has a finite subcover. ഇവിടെ കൗണ്ടബിൾ സബ് കവർ ആകുമ്പോൾ ലിൻഡലോഫ് ആകും. പ്രൂഫ് സെയിമായിട്ട് ഫോളോ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഉപയോഗിച്ച കാര്യമാണ്. കോമ്പാക്ട്നെസ് വീക്ക്ലി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണെന്നുള്ള ലിൻഡലോഫ്നെസ്സും വീക്ക്ലി ഹെറിഡിറ്ററി ആണ്. സ്പേസ് ലിൻഡലോഫ് ആണ്, അതുകൊണ്ട് സോ ഡസ് എവരി ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് ഇറ്റ്. സെയിം ലിൻഡലോഫ് ആണ്, ഡിയും ലിൻഡലോഫ് ആണ്. ഇവർ രണ്ടുപേരും ലിൻഡലോഫ് ആണ്. ലിൻഡലോഫ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പൺ കവറിനെല്ലാം കൗണ്ടബിൾ സബ് കവർ ഉണ്ടാവും. ഇവിടെ കവർ കാണുന്നുണ്ടോ? സ്പേസ് സിയിലെ ഓരോ എക്സും എടുത്ത് യു എക്സുകൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുക. സ്പേസ് സിയിലെ ഒരു എക്സ് എടുത്താൽ യു എക്സ് ഉണ്ട്, ഓപ്പൺ സെറ്റ് യു എക്സ്. അപ്പോൾ യു എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് സി ഈസ് ആൻ ഓപ്പൺ കവർ ഓഫ് സി. ഓപ്പൺ കവർ ഓഫ് സി. അതുപോലെ തന്നെ സ്പേസ് ഡിയിലെ ഓരോ വൈയും എടുത്ത് യു വൈകൾ ഓപ്പൺ സെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ വൈ എലമെന്റ് ഓഫ് ഡി എല്ലാം എടുത്താൽ യു വൈ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിയിലെ വൈ ഒന്നും മിസ് ചെയ്യത്തില്ല. ദിസ് ഇസ് ആൻ ഓപ്പൺ കവർ ഫോർ ഡി. സി ആൻഡ് ഡി ആർ Lindeloff subsets of closed subsets of x which is Lindeloff. X Lindeloff ആണ്. Lindeloffness weakly hereditary ആണ്. അതുകൊണ്ട് സിയും ഡിയും ലിൻഡലോഫ് ആണെന്നുള്ളതിന് ഈ ഓപ്പൺ കവറുകൾക്ക് ഫൈനൈറ്റ് അല്ല, ലിൻഡലോഫ് ആണ്. കൗണ്ടബിൾ സബ് കവർ ഉണ്ടാവും. സോ യു എക്സുകൾക്ക് കൗണ്ടബിൾ എണ്ണമാണ് U1 UX1 എന്ന് വേണേൽ എടുക്കാം. x1 എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിലെ എക്സ് നമ്മളങ്ങ് വിടുകയാണ്. U1 U2 ഇവിടുന്ന് UX1 UX2 എന്ന് എഴുതാവുന്നതാണ്. x1നെ കണ്ടെയ്ൻ ചെയ്യുന്നു ഇതിൻ്റെ അകത്ത് എലമെന്റിനെ UX1, x2നെ കണ്ടെയ്ൻ ചെയ്യുന്നു ഇതിൻ്റെ അകത്ത് എലമെന്റിനെ UX2 എന്ന് വിളിക്കുന്നതിന് പകരം U1 U2 എക്സെട്ര കൗണ്ടബിൾ എന്ന് ഇപ്പം നമുക്കുള്ളൂ. UN എക്സെട്ര ഈസ് എ കൗണ്ടബിൾ കവർ ഓഫ് സി. ഇതൊരു ലിൻഡലോഫ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ ഇത് സിക്ക് ഒരു കവർ ആയിരിക്കും. അതുപോലെ V1 ഹിയർ ദിസ് ഇസ് UY അല്ല, മുമ്പത്തെ UX എന്ന് വിളിച്ചെങ്കിൽ ഇതിനെ നമുക്ക് VY എന്നാണ് വിളിക്കേണ്ടത്. ദിസ് ഇസ് VY അല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, VY. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഡിയും ലിൻഡലോഫ് ആണ്. V1 V2 ഇതിൻ്റെ അകത്തുനിന്ന് കൗണ്ടബിൾ എണ്ണം വെച്ച് നമുക്ക് സിയെ കവർ ചെയ്ത പോലെ ഡിയെയും കവർ ചെയ്യാം. അപ്പോൾ ആ കൗണ്ടബിൾ എണ്ണങ്ങൾ നമ്മളിങ്ങനെ പേര് കൊടുക്കുവാണ്. ദിസ് ഇസ് എ കവർ ഓഫ് ഡി. ഡിയുടെ കവറാണ്. അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ യൂണിയൻ എടുത്താൽ സി അതിൻ്റെ അകത്തുണ്ടാവും, ഇവരുടെ എല്ലാം കൂടെ യൂണിയൻ എടുത്താൽ ഡി അതിൻ്റെ അകത്തുണ്ടാവും. പക്ഷെ നോർമാലിറ്റിക്ക് അതുപോലെയല്ല, യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആയിരിക്കും, അതൊക്കെ ശരിയാണ്. അപ്പോൾ U1 U2 UN യൂണിയൻ എടുത്താൽ
അതൊരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. സിയെ കണ്ടെയ്ൻ ചെയ്യും. സി ഈസ് എ സബ്സെറ്റ് ഓഫ്, ഇതിൻ്റെ യൂണിയനെ നമുക്ക് യു എന്ന് വിളിക്കാം. അപ്പോൾ സി ഈസ് എ സബ്സെറ്റ് ഓഫ് യു എന്നൊക്കെ കിട്ടും. പക്ഷേ ഒരു പ്രശ്നം, ഇതിൻ്റെ യൂണിയനെ നമ്മൾ വി എന്ന് വിളിക്കുന്നു. ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് വി എന്ന് കിട്ടും. ദർ എക്സിസ്റ്റ് ടു ഓപ്പൺ സെറ്റ്സ് കണ്ടെയ്നിങ് ദ ടേക്കൺ ക്ലോസ്ഡ് സെറ്റ് സി ആൻഡ് ഡി. പക്ഷേ ഒരു കാര്യം കൂടെ വേണം, ഡിസ്ജോയിൻ്റ് ആണ്. അത് പ്രൂവ് ചെയ്യാൻ ഈ U1 V1 U2 V2 ഒന്നും തമ്മിൽ അത്തരം റിലേഷൻസ് ഒന്നും നമുക്ക് നിലവിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ചെയ്യേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നമ്മളുടെ പ്രൂഫ് തീർന്നേനെ. അതിനുവേണ്ടി ഡയറക്റ്റ് U1 U2 ൻ്റെ യൂണിയനോ V1 V2 ൻ്റെ യൂണിയനോ എടുത്ത സി എയും ഡി ഒക്കെ കവർ ചെയ്യും. പക്ഷേ ഇൻ്റർസെക്ഷൻ എം ഡി ആണ് എന്നുള്ളത് കിട്ടും എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട്. ഉത്തരത്തിൻ്റെ പകുതി ഭാഗമായുള്ളൂ. നമുക്ക് അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് അടുത്ത പാർട്ടിൽ കാണാം. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.